ഹായ് ഓൾ, നീറ്റ് 2025 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാജ്യാന്തര തലത്തിൽ ഏറ്റവും അധികം ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും സൃഷ്ടിക്കുന്ന ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ മോഡൽ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡൽ എക്സാമുകളാണ്. ഇപ്പോൾ കേരളത്തിലുള്ള 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ് ബ്രില്യന്റെ മോഡൽ എക്സാമുകളിൽ പങ്കെടുക്കുന്നത്. യെസ്, നമുക്കറിയാം ബ്രില്യന്റെ യൂണിറ്റ് വൈസ് എക്സാം കഴിഞ്ഞു, കമ്പൈൻഡ് എക്സാം കഴിഞ്ഞു, ആൻഡ് ഫൈനലി ഓൾ യൂണിറ്റ് എക്സാമിലേക്ക് ബ്രില്യന്റെ വിദ്യാർത്ഥികളെല്ലാം പ്രവേശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദ റിയൽ നീറ്റ് എക്സാം എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് ബ്രില്യന്റിന്റെ നീറ്റ് മോഡൽ എക്സാമുകൾക്ക്. കാരണം ഏറ്റവും അധികം വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നത് ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകൾ എഴുതി തന്നെയാണ്. അപ്പോൾ NTA ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നീറ്റ് എക്സാമിന്റെ ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് കൃത്യം 3 മണിക്കൂറാണ്. യെസ്, ബ്രില്യന്റിലും മോഡൽ എക്സാമുകൾ നടക്കുന്നത് കൃത്യം 3 മണിക്കൂറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ കറക്റ്റ് 3 മണിക്കൂർ ആയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ എക്സാം എഴുതി കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ ഓൾ യൂണിറ്റ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിച്ചറിയാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ബയോളജി കുഴപ്പമില്ലായിരുന്നു, ഫിസിക്സ് എനിക്ക് കുറച്ച് പാടായിരുന്നു, പിന്നെ ഓവറോൾ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ഫിസിക്സ് ഇച്ചിരി വർക്ക് ചെയ്യാന്ന് തോന്നുന്നു. മോഡൽ എക്സാം വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു, പക്ഷേ മാനേജ് ചെയ്തു. ഓക്കേ, ഓൾ യൂണിറ്റ് എക്സാമിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളമാണ്? കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. കാര്യം എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതണം എന്നുള്ള രീതിയിലാണ് ബ്രില്യന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പൊ നീറ്റിന് നല്ല ഹാർഡായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ പോലും ബ്രില്യന്റ് അതേ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അതേ പാറ്റേൺ കിട്ടുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ഹരി ആലപ്പുഴ, അർജുൻ ആലപ്പുഴ. നല്ല എക്സാം ആയിരുന്നു, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഓൾ യൂണിറ്റ് എക്സാംസ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സബ്ജക്ട് വൈസ് ഇന്നത്തെ എക്സാമിന് എങ്ങനെ വിലയിരുത്താം? സബ്ജക്ട് വൈസ് കെമിസ്ട്രി കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി, ഫിസിക്സും നല്ലതായിരുന്നു. എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇനി വരുന്ന നീറ്റ് എക്സാമിൽ ഈ കോൺഫിഡൻസ് വർദ്ധിക്കുമെന്നൊരു ഉറപ്പ് കിട്ടുന്നില്ലേ? തീർച്ചയായും. ഇന്നത്തെ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. കെമിസ്ട്രി പക്ഷേ ന്യൂമറിക്കൽസ് കുറച്ച് കുറവായിരുന്നു, എന്നാലും പെട്ടെന്ന് ചെയ്യായിരുന്നു. ഫിസിക്സും നല്ല ക്വസ്റ്റ്യൻ, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ആംബിയൻസ് കാണാൻ എക്സാം കഴിഞ്ഞ് നിരവധി വിദ്യാർത്ഥികളാണ് സന്തോഷത്തോടെ അവരുടെ ഹോസ്റ്റലുകളിലേക്കും വീടുകളിലേക്കും ഒക്കെ മടങ്ങുന്നത്. അപ്പൊ നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. മക്കളെ പേര് സ്ഥലമൊക്കെ ഒന്ന് പറയാമോ? മാളവിക കാസർഗോഡ്, അതീന്ദ്ര കൊല്ലം, ശ്രേയ സജൻ പാലക്കാട്, ഗൗരി തൃശ്ശൂർ, ഡോണ ജോഷി തൃശ്ശൂർ. ഞാൻ വൈഭവി, ഞാൻ പാലക്കാടിന് വരും. ഓക്കെ, പല ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും മിടുക്കികളായ വിദ്യാർത്ഥിനികളാണ്. അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഓൾ യൂണിറ്റ് എക്സാം ഇന്ന്? കുഴപ്പമുണ്ടായിരുന്നു, പ്രതീക്ഷിക്കുന്നല്ലായിരുന്നു, നല്ല എക്സാം ആയിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, എന്നാലും എക്സാമിന്റെ ടൈമും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. നിങ്ങളിപ്പോ ഒരുപാട് എക്സാംസിനെ ഫേസ് ചെയ്തു. ജനുവരി ക്ലാസ് അവസാനിച്ചു, പിന്നീട് അവിടെ എക്സാമിന്റെ ഒരു വലിയ സീരീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അതിലേക്ക് സ്കിൽഡ് ആയില്ലേ? അത്യാവശ്യം ഒന്ന് ഇതായി വരുന്നുണ്ട്. ഇപ്പൊ എഴുതുമ്പോ കുഴപ്പം തോന്നുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല, കുറച്ച് ടഫ് ആയിരുന്നു, എന്നാലും ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഏത് സബ്ജക്ട് ആയിരുന്നു ടഫ് ആയിരുന്നത്? ഫിസിക്സ് ആയിരുന്നു കുറച്ചുകൂടി ടഫ് ആയിട്ട്. ഓക്കെ, ഈ ടഫായ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ കറക്ഷൻ ചെയ്യും, പഠിക്കും. അപ്പൊ അതനുസരിച്ച് അത് ആ ഒരു ടഫ്നെസ് അവിടെ തീർന്നു കിട്ടുകയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവും നെക്സ്റ്റ് എക്സാമിന് എഴുതാൻ പറ്റും. യെസ്, ഗുഡ്. ഫിസിക്സ് ആയിരുന്നു പാട്. ഓക്കെ, ബാക്കിയെല്ലാം ബയോളജി ഒന്നും കുഴപ്പമുണ്ടായില്ല, കെമിസ്ട്രിയും കുഴപ്പമുണ്ടായില്ല. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ തവണ ടൈം മാനേജ്മെന്റ് പ്രശ്നം വന്നു, അത് ഇപ്രാവശ്യം ശരിയാക്കാൻ പറ്റി. അപ്പൊ ഓരോ എക്സാംസിനും ഓരോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് നീറ്റിൽ നമ്മള് ശരിയാകും. യെസ്. അപ്പൊ തീർച്ചയായിട്ടും എക്സാം ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളെല്ലാം വളരെ കോൺഫിഡൻസോടുകൂടി അവരുടെ ഹോസ്റ്റലുകളിലേക്കൊക്കെ യാത്രയാവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തിട്ടുണ്ട്. മോനെ പേരും സ്ഥലമൊക്കെ പറയാം. എൻ്റെ പേര് നിശാല്, സ്ഥലം കോട്ടയം. ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള എക്സാം ആയിരുന്നു. തീർച്ചയായിട്ടും ബ്രില്യന്റ് ഈ ഒരു ഇടയാകുമ്പോൾ ഏപ്രിൽ മെയ് എന്നുള്ള ഒരു മാസം ആകുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ എളുപ്പമായിട്ട് വീക്കിലേക്കൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കുറയുന്നു നമുക്ക് തോന്നും ഈ തരം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ശരിക്കും നമുക്കിത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് വെച്ച് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓരോ എക്സാം കഴിയുമ്പോഴും ഇതിന്റെ ഒരു സ്കോറിന്റെ ലെവൽ കൂടി വരുന്നതായിട്ട് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ കുറെ പഠിച്ച കോൺസെപ്റ്റും പിന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന കോൺസെപ്റ്റും നമ്മളെല്ലാം കൂടി ഓർക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ലെവൽ കൂടുന്നതായിട്ട് നമുക്ക് തോന്നും, തീർച്ചയായിട്ടും തോന്നും. അതിപ്പോൾ ആ ബ്രില്യന്റിന്റെ മോഡൽ എക്സാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കണം. അതാണ് ഏറ്റവും വലിയ ഫാക്ടർ നിങ്ങളുടെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നമ്പർ 1 സ്റ്റുഡൻസിനോടൊപ്പമാണ്. 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ ബ്രില്യന്റിന്റെ മോഡൽ എക്സാമിന്റെ ഭാഗമാവുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം നീറ്റിന്റെ റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പോൾ, പക്ഷെ എന്നാലും കേരള റാങ്ക് ബ്രില്യന്റിനെ വെച്ച് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ആൻഡ് ഓരോ ദിവസം കഴിയുമ്പോൾ എത്തും
ലൈക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ട് വരികയാണ്. ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 100 എങ്കിലും എത്തത്തന്നെ ഞാൻ കഷ്ടപ്പെട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും. അപ്പോൾ ഉള്ളി എന്ന് പറയാൻ പറ്റുമോ ബ്രില്യൻറ്റിലെ ടോപ്പ് സ്റ്റുഡൻസ് ആണ്? യെസ്. ഇത്തരത്തിൽ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളെ ബ്രില്യന്റിന് മുൻപിൽ നിർത്താനുണ്ട്. ബ്രില്യന്റിന്റെ മോഡൽ എക്സാമുകളിലൂടെ കോൺഫിഡൻസ് നേടി വിജയത്തിലേക്ക് എത്തുമെന്ന ശുഭപ്രതീക്ഷയോടെ നല്ല മിടുക്കികളായ 4 വിദ്യാർത്ഥിനികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഓൾ യൂണിറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവരോട് ചോദിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഓൾ യൂണിറ്റ് എക്സാം? എക്സാം കുറച്ച് ടഫായിരുന്നു. എനിക്ക് കമ്പാരിറ്റീവ്ലി തോന്നി, ബാക്കിയുള്ളവർക്ക് അറിയില്ല. കുറച്ച് ടഫായിരുന്നു, പക്ഷെ എങ്കിലും അതിനൊരു ഹോപ്പ് ഉണ്ട് നമുക്ക്, അല്ലെ? കാരണം ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു. ഇതേപോലത്തെ എക്സാം വന്നാൽ നമ്മൾ വീട്ടിൽ എഴുതൂലേ? ഇന്ന് വൈകിട്ട് റെഫർ ചെയ്യില്ലേ? ഷുവർ ആയിട്ടും. യെസ്. അപ്പോ എന്താണ് ഇന്നത്തെ ഒരു ഓൾ യൂണിറ്റ് എക്സാം എന്ത് കോൺഫിഡൻസ് തന്നു? അതിനെ കുറിച്ച് പറയാം. ബയോളജി അത്യാവശ്യം NCERT തന്നെയായിരുന്നു. പിന്നെ ഫിസിക്സും കെമിസ്ട്രി എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ഈവനിങ്ങിലോട്ട് എക്സാം എഴുതുന്നൊരു ചേഞ്ചിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മാത്രമല്ല കുറേ കറക്ഷൻ വരുത്താനുണ്ട്. കുറേ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഫിസിക്സിലൊക്കെ കണ്ടു. അത് എനിക്ക് കറക്ഷൻ ചെയ്യാനുണ്ട്. എക്സാം വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചുകൂടെ നോക്കാനുണ്ട്. ബെറ്റർ ആക്കാം. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ ബെറ്റർ ആക്കും. നിങ്ങളുടെ മുമ്പിൽ ഇനി എത്രത്തോളം എക്സാം ഉണ്ട്? ഒരുപാട് എക്സാമുകളിലെ ഒരുപാട് ചോദ്യങ്ങൾ അഭിമുഖീകരിക്കാൻ കോൺഫിഡന്റ് അല്ലേ? എൻ്റെ പേര് ശ്രേയ, ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ R25 ബാച്ചിലാണ്. എക്സാം കുറച്ച് ടഫായിരുന്നു. ടഫ് എന്ന് അങ്ങനെ അധികം പറഞ്ഞാൽ ടൈം മാനേജ്മെന്റ് കുറച്ച് പ്രശ്നമായിരുന്നു ഫിസിക്സിന്. അപ്പോൾ കുറച്ചും കൂടെ ടൈം കിട്ടിയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ചെയ്യാൻ പറ്റിയേരെ. എന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡാന്ന് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല, ഒരുപാട് ഈസി ആയില്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. സോ കുറച്ചും കൂടെ ടൈം മാനേജ് ചെയ്തിട്ട് ഇനി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഇനി ഇത്ര എക്സാംസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നീറ്റിന് നമ്മൾ ടൈം മാനേജ്മെന്റും എല്ലാ ലെവൽ ഓഫ് എക്സാംസും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ ഇതൊരു തിരിച്ചറിവാണ് അല്ലേ നമുക്ക്? ഇപ്പൊ ഇത്രയും കാലം നമ്മളൊരു യൂണിറ്റ് വൈസ് എക്സാമിലൂടെ പോയി, കമ്പൈൻഡ് എക്സാമിലൂടെ പോയി, ആൻഡ് ഫൈനലി ഇപ്പൊ ഫിസിക്സിൽ എത്തിയപ്പോൾ കുറച്ച് ടഫായിരുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ പറയുന്നത് ടൈം ഇനി കൃത്യമായിട്ട് വിനിയോഗിക്കണം, അതനുസരിച്ച് ഇന്ന് പഠിക്കണം. അതിനൊരു തിരിച്ചറിവല്ലേ കിട്ടിയത്? സെയിം. മോൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പേര് അർച്ചന സനൽ, ഞാൻ വയനാട്ടിൽ നിന്നായിരുന്നു. S12 ബാച്ചിലാണ് പഠിക്കുന്നത്. ഇന്നത്തെ എക്സാം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. കുറച്ച് കഷ്ടപ്പാടായിരുന്നു. മീൻസ് നമ്മൾ ഇനിയിപ്പോൾ കഴിഞ്ഞ എക്സാം NEET 2024 കുറച്ച് ഈസിയായ സ്ഥിതിക്ക് ഇപ്രാവശ്യം നമ്മൾ അത്ര ഈസിയാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ കുറച്ചുകൂടെ ഇങ്ങനത്തെ ലെവൽ ആയിട്ടുള്ള എക്സാംസ് എഴുതി നമ്മൾ പ്രാക്ടീസ് ആവുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ബ്രില്യൻ്റ് കൊണ്ട് നമുക്ക് എന്താ പറയുക, വളരെ നല്ലൊരു ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നന്നായിട്ട് ഇനിയുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. സംസാരിക്കാൻ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വാട്ട് അബൌട്ട് യു? ഇന്നത്തെ എക്സാം കുറച്ച് ടഫായിരുന്നു, ലൈക്ക് മോഡറേറ്റ് ലെവലായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത്രയ്ക്ക് നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ടൈം കുറവായിരുന്നല്ലോ. അതുപോലെ തന്നെ പക്ഷേ നീറ്റിന് എങ്ങനത്തെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ, ഇത് വളരെ നല്ലൊരു പ്രാക്ടീസ് ആണ് നമുക്ക് ടഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതി മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ഇതൊരു ഇതായിട്ട് എടുക്കുക. ഇനി മുമ്പോട്ട് ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് സെറിൻ മരിയ ജസ്റ്റിൻ, ഞാൻ വരുന്ന എറണാകുളത്തു നിന്നാണ്. ഇവിടെ S12 ബാച്ചിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് അന്ന രതീഷ്, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ S12 ബാച്ചിലാണ്. എൻ്റെ പേര് ലക്ഷ്മി കൃഷ്ണ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നു. ഞാൻ S12 ബാച്ചിലാണ്. എൻ്റെ പേര് ആരതി വിനയ് സാർ, ഞാൻ S12 ബാച്ച്, ചങ്ങനാശ്ശേരി വീട്. എൻ്റെ പേര് KCS സിനു അജിത്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ S12 ബാച്ചിലാണ്. എൻ്റെ പേര് ഗംഗ ആർ, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. S12 ബാച്ച്. എൻ്റെ പേര് മീര ലക്ഷ്മി, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. S12 ബാച്ച്. എൻ്റെ പേര് മിൻഹ സലീം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ S12 ബാച്ചിൽ. ഓരോ ഓൾ യൂണിറ്റ് എഴുതുമ്പോൾ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. ഏകദേശം നീറ്റിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് മുമ്പോട്ടാണെങ്കിലും നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും കോൺഫിഡൻസ് കയറാണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ പഠിച്ച സിലബസിൽ നിന്ന് തന്നെ നമ്മുടെ ഇത്തിരി മെമ്മറി റിഫ്രഷനിങ് ആയിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. തെറ്റിയൊക്കെ ഹോസ്റ്റലിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ മാർക്ക് കൂടും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നെഗറ്റീവ്സ് കുറച്ച് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെയാണ് എക്സാമിൻ്റെ വലിയൊരു കാര്യം. എന്നും അന്നു തന്നെ പോയി കറക്ഷൻസ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എക്സാംസ് എഴുതി വരുന്നതോടുകൂടി പോസിറ്റിവിറ്റി കൂടുകയാണ്, നല്ല കോൺഫിഡൻസും ഉണ്ട്. മാർക്ക് കൂടിയും കുറഞ്ഞ് നിൽക്കും ഓരോ എക്സാം കഴിയുമ്പോഴും. ഇന്നിങ്ങനെ കൂടി തന്നെ നിൽക്കും കുറഞ്ഞ് തന്നെ നിൽക്കും അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഹോസ്റ്റലിൽ ചെന്ന് കറക്ഷൻ എടുക്കാൻ നേരത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അങ്ങനെ ഓരോ എക്സാമും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആവുക എല്ലാം ചെയ്യുന്നുണ്ട്. മാർക്ക് കുറച്ച് സ്റ്റേബിളാണ്, അപ്പം താഴോട്ട് അധികം പോവില്ല, അധികം ഉയർന്ന നിൽക്കുന്നത് സ്റ്റേബിൾ. അപ്പം അവസാനം ആകുമ്പം കുറച്ച് കയറി വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് പേര് പറഞ്ഞു ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് എക്സാമുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ടൈം മാനേജ്മെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഫൈനൽ നീറ്റ് എക്സാമിൽ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ? ഉണ്ട്, തീർച്ചയായും. കാരണം നമ്മൾ എത്രത്തോളം എക്സാം എഴുതുന്നോ നമ്മൾ അത്രത്തോളം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തവണ എക്സാം എഴുതുമ്പോഴും നമ്മൾ ഓരോ പാറ്റേൺ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെതായ ടൈം ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഓരോ തവണ എഴുതുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഉറപ്പാണ് നീറ്റ് എക്സാമിന് വളരെ ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും.
ഇപ്പോഴത്തെ എക്സാം കഴിഞ്ഞപ്പോൾ NCERT ഒക്കെ നന്നായിട്ട് വായിക്കണം എന്ന് മനസ്സിലായി. നമ്മുടെ റാങ്കൊക്കെ ഓരോ എക്സാം കൂടുമ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി ഒക്കെ കുറേ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി NCERT വായിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ടൈം മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ എക്സാം നമ്മളിപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ അത് എഴുതി വരുമ്പം ഉറപ്പായിട്ടും നീറ്റിന് അത് സെറ്റാക്കാൻ പറ്റും. ആക്ച്വലി എൻ്റെ കോൺഫിഡൻസ് ഭയങ്കര ലോവർ ആയിരുന്നു. പക്ഷേ ഓരോ എക്സാം അറ്റൻഡ് ചെയ്തവരും കുറേ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ യു വിൽ ആക്ച്വലി ഗെറ്റ് അഡാപ്റ്റഡ് ടു ദാറ്റ്. എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ്. യെസ്, അപ്പോൾ വിദ്യാർത്ഥികൾ നമ്മളോട് അഭിപ്രായപ്പെട്ടത് നമ്മൾ കേട്ടു. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് വിദ്യാർത്ഥികൾ നമ്മളോട് പങ്കുവെച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും വിദ്യാർത്ഥികളുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമായി. ഈവൻ കുറച്ച് ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻസിനെയൊക്കെ ഫേസ് ചെയ്താലും ഫൈനൽ നീറ്റ് എക്സാമിന് വളരെ കോൺഫിഡൻസ് ആയി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഓരോ വിദ്യാർത്ഥികളിലും ഉണ്ട് എന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്രില്യൻറ്റിന്റെ വിജയം എന്ന് പറയുന്ന എല്ലാ വർഷങ്ങളിലും ചരിത്ര വിജയമാവുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള എക്സാമുകളുടെ പ്രാധാന്യം വിവരണാതീതമാണ്. അപ്പോൾ ഈ വർഷവും ബ്രില്യൻറ്റിന്റെ ചരിത്ര വിജയം തുടരുക തന്നെ ചെയ്യും. Brilliant Study Center, India's #1 coaching center for NEET and JEE.